ജോയ്സി വളരെ അടുത്ത ബന്ധുവാണ്. ശ്രീമതി ജോയ്സി ഈ ഓപ്പറേഷൻ നടന്നപ്പോഴും പിന്നെ ഉണ്ടായ വേദനാകാലത്തൊക്കെ, ഉഷയുടെ വേദനാകാലത്തൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇക്കാര്യം രഹസ്യമാക്കി വെക്കണം, പുറത്തു പറയരുത് എന്ന് പറയുകയും ചെയ്തതാണ്. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് അവിടുത്തെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ പറയുന്നത്. അത് കേട്ടിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. പുറത്താരോടും പറയരുത്, ഞങ്ങൾ ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാമെന്ന് 2 ഡോക്ടർമാർ റൂമിലോട്ട് വിളിച്ച ശേഷമാണ് പറഞ്ഞത് ഉഷയോട്. ആ ഡോക്ടർമാരുടെ പേര് ഓർമ്മയുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഡോക്ടർമാരെ അന്നേരം കണ്ടതാണ്. റൂമിൽ വിളിച്ചുകൊണ്ട് പോയി വിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവർ തന്നെ എക്സ്റേ എടുക്കാനും ECG എടുക്കാനും ബ്ലഡ് മൂത്രമൊക്കെ എല്ലാം അന്നേരം അവർ ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് പറഞ്ഞ് ആരോടും പറയണ്ട, തിങ്കളാഴ്ച അഡ്മിറ്റായിട്ട് ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നും പറഞ്ഞു വിട്ടത് അവർ തന്നെയാണ്. ജോയ്സി, ഇന്ന് ഡോക്ടർമാർ പറയുന്നത് അന്ന് 5 വർഷം ഓപ്പറേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ആശുപത്രിയിലേക്ക് പോയതേയില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ വേദന ഉള്ളത് അത് ഇതിന്റെ വേദന, ഏതിന്റെ, മൂത്രത്തിക്കലിന്റെ വേദനയാണ്. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ കണ്ടുകിട്ടി ഭാഗ്യം എന്ന മട്ടിലാണ് പ്രതികരണം. അങ്ങനെ ആയിരുന്നോ? 5 വർഷക്കാലം ഒരു വേദനയില്ലാതെ ഏറ്റവും ഒടുവിൽ വന്ന എന്തോ ഒരു വേദനയായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്? ഇല്ല, ഈ 5 വർഷക്കാലവും എന്നും വേദനയാണ്, എനിക്ക് കുത്തിക്കൊള്ളുന്നത്, എനിക്ക് വേദനയാണ്. അപ്പം ഞങ്ങളൊക്കെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ള, ഞാനും യൂട്രസിൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ഞങ്ങൾ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവളുടെ കൂടെ തൊഴിലുറപ്പ് ചെയ്ത വ്യക്തികളും എല്ലാം ഇവളുടെ കരച്ചിൽ, ജോലി ചെയ്യാൻ പറ്റാത്തതിനെക്കുറിച്ച് പറഞ്ഞ് കരയുമ്പോഴൊക്കെ ഇന്ന് അവരെല്ലാവരും അയ്യോ ഈ ചേച്ചി എന്തുമാത്രം വേദന തിന്നെന്ന് അവരിന്നലെ അതുപോലെ എല്ലാ ജനങ്ങളിൽ നിന്ന് കരയാണ് ചെയ്ത കൂടെ നിന്നവരെല്ലാവരും. കാരണം അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ലാസ്റ്റായി വന്നപ്പോൾ ബ്ലഡും പഴുപ്പും ഒക്കെ, അത് ഈ കത്രിക കിടന്നതിൻ്റെ ഭാഗമാണ് അത് വരുന്നത്. അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് യൂറിൻ അവിടെയൊക്കെ ഈ കത്രിക ഉരസിയാണ് ഈ മൂത്രത്തിൽ ഈ പഴുപ്പായിട്ട് വരികയും ബ്ലഡ് വരികയും ചെയ്യുന്നത്. അത് ഭാവിയിൽ അവൾക്ക് എന്നും ദോഷം ചെയ്യും, കിഡ്നിക്ക് വരെ അതിൻ്റെ പോറലേറ്റിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചത്. ഇപ്പൊ അമൃത ആശുപത്രിയിലെ ടെസ്റ്റുകൾ എന്താണ്? എപ്പോഴേക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയും? വാർത്തയിൽ പറയുന്ന 50 പറഞ്ഞു ജോയ്സി. ഇന്ന് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്, നാളെ ഇന്ന് എല്ലാ ഡോക്ടർമാരുടെ സഹായം അവിടെ ആവശ്യമുണ്ടെന്ന് പറയും. എല്ലാവരും നോക്കണം എന്ന് വെച്ചാൽ ഇത്ര ഒരു കാര്യമാണ്, പല അവയവങ്ങൾ ഓരോ ഇതിനും കേടുപാടുണ്ടാകുന്നുള്ള നോക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇന്ന് പറയാമെന്ന് പറഞ്ഞാൽ CT സ്കാനൊക്കെ എല്ലാം ചെയ്ത് മരുന്നുകളെല്ലാം ചെയ്യുന്നുണ്ട്. നാളെ ആയിരിക്കും ഒരു പക്ഷേ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത്. ഇന്നത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വർഷക്കാലം അകത്ത് കുത്തുന്ന വേദനയായിട്ട് ആശുപത്രികളിൽ പോയില്ലേ? ആശുപത്രികളിൽ പരിശോധന നടത്തിയില്ലേ? പരിശോധനയിൽ ഇത്രയും നീളമുള്ള ഒരു കത്രിക, അല്ലെങ്കിൽ എന്താണ് പത്രികയല്ല വേറെന്തോന്നല്ലേ പറയുന്നത്? കത്രികയല്ല എന്തോന്നു മസ്കിറ്റോയോ അങ്ങനെ എന്തോ സാധനമാണ് എന്നാണല്ലോ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഡോക്ടർമാരെ പഴുപ്പ് മൂത്രം ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്താണ് പോയത്. പക്ഷെ ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇത് അസ്വസ്ഥത കൂടി വരിക ചെയ്തത്. അപ്പോഴും ഈ ഓരോ ഡോക്ടർമാരെ വീട്ടിൽ കൊണ്ടുപോയും മരുന്ന് മേടിക്കുകയും സ്കാൻ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഈ നാസർ ഡോക്ടർ ഇങ്ങനെ നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും എക്സ്റേ എടുത്തപ്പോഴത്തേനും, ഒരു ഡോക്ടറിൻ്റെ അനുവാദം കിട്ടാണ്ട് നമ്മൾ വെറുതെ പോയി എക്സ്റേ ECG ഒന്നും എടുക്കാറില്ല. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് എക്സ്റേ എടുത്തത്. എക്സ്റേ എടുത്തപ്പോഴാണ് ഈ ലാബുകാർ തന്നെ പറഞ്ഞു, ചേച്ചി എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണാൻ, ചേച്ചിയുടെ വയറ്റിൽ കത്രികയാണ് കിടക്കണേന്ന് പറഞ്ഞു. ശങ്കേഴ്സ് ലാബിൽ അത് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു നാസർ ഡോക്ടറെ കാണിച്ച്, ഡോക്ടറാണ് വണ്ടാനത്ത് ഞങ്ങളുടെ നമ്പർ മേടിച്ച ശേഷം വണ്ടാനത്തെ വിളിക്കാമെന്ന് പറഞ്ഞ്, വണ്ടാനത്തെ ഡോക്ടറാണ് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ആശുപത്രി വരണമെന്നും പറഞ്ഞ് വണ്ടാനത്തോട്ട് വിളിച്ചത്. ജോയ്സിയും ഇന്നിപ്പോ ഒരു ഡോക്ടർ പറഞ്ഞല്ലോ, ആ ഡോക്ടർക്ക് എങ്ങനെയാണ് ആ സമയത്ത് ചിരിക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല. ഡോക്ടർ അങ്ങ് ചിരിയാണ്, തുടക്കം മുതൽ അങ്ങ് ചിരിയാണ്. ചിരിച്ചുകൊണ്ട് പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. സിസ്റ്റത്തിന്റെ പിഴവ്, അതവർ പറയേണ്ട, അത് ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞു, അതെല്ലാവർക്കും അറിയാം. സിസ്റ്റത്തിന്റെ പിഴവിനെ കുറിച്ച് പറയുകയാണ്. പിന്നെ ഇത് കത്രികയല്ല മാക്കോട്ടയാണ് എന്ന് പറയുകയാണ്. 40-50 വർഷം ഒരു കുഴപ്പമില്ലടോ, ഒരു പ്രശ്നവുമില്ല എന്ന് പറയലാണ്. അപ്പോൾ ആ ഡോക്ടറിന്റെ വീട്ടിൽ പോയി ഈ ഓപ്പറേഷന് മുമ്പ് പൈസ കൊടുത്തു അല്ലേ? 50 വർഷം ഉള്ളിൽ കിടന്നാലും പ്രശ്നമില്ല, കാഴ്ച കൊടുത്ത് 6 മാസത്തോളം ഈ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഡോക്ടർ ഒരു ഡേറ്റ് പറഞ്ഞാണ് ആശുപത്രി അഡ്മിറ്റ് ആകുന്നതും ഡോക്ടർ ഓപ്പറേഷൻ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എല്ലാം ഓപ്പറേഷൻ ചെയ്യില്ല, ഞങ്ങൾ കണ്ട ലളിതാംബികയാണ്, ലളിതാംബയുടെ വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്ത് തലേന്ന് പൈസ കൊടുത്ത് പിറ്റേന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് എല്ലാം.
പിന്നെ ഡോക്ടർ പറഞ്ഞു 50 വർഷം കത്രിക വയറ്റിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന്. ഡോക്ടറിന് ആ കത്രിക ഒന്ന് വയറ്റിലിട്ട് വെച്ച് നടക്കാമായിരുന്നല്ലോ 50 വർഷത്തേക്ക്. അപ്പോൾ ഡോക്ടറിന് അറിയാമല്ലോ അതെങ്ങനെയാണ് കുത്തിക്കൊള്ളുന്നതും വേദനയും. ഡോക്ടറിനപ്പോൾ ഡോക്ടർ സ്ത്രീയല്ലേ, അപ്പോൾ ഡോക്ടറിന് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഡോക്ടർ ഒരു കത്രിക എടുത്ത് ഡോക്ടറിൻ്റെ മക്കളുണ്ടാവും, അവർ ആരുടെയും വയറ് കീറി അകത്തിട്ടിട്ട് ഡോക്ടർ അങ്ങനെ ഒന്ന് മക്കളങ്ങനെ ഒന്ന് നടത്താനായിട്ടാണ് എൻ്റെ അപേക്ഷ. ഡോക്ടർ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് വേണം വേറൊരു രോഗിക്ക് അത് അങ്ങനെ ഉള്ളൂ എന്ന് ഡോക്ടറിന് പറയേണ്ട കാര്യമുള്ളൂ. എത്ര രൂപയാണ് അന്ന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ തലേന്ന് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പണം കൈക്കൂലി പണമാണല്ലോ. കൈക്കൂലി പണം കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്ത് കത്രികകത്ത് നിക്ഷേപിച്ച് തുന്നിക്കെട്ടി. ഈ കത്രിക ഈ പറഞ്ഞ ഉഷ എന്താണ് ആശുപത്രിയിൽ നിന്ന് അകത്ത് വയറ്റിനകത്തിട്ട് മൊട്ടിച്ചാന്ന് പറഞ്ഞ് കേസെടുക്കാത്ത ഭാഗ്യം ജോയ്സി. അത് ഇനിയിപ്പോൾ ഡോക്ടർ അത് പറയും. അവിടുത്തെ കത്രിക ഈ 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ കത്രിക ഉഷയുടെ വയറ്റിൽ കണ്ടേക്കണോണ്ട് അവിടെ നിന്ന് ഉഷ കത്രികയും കട്ടണ്ട് പോകുന്നതാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറയുള്ളൂ. എത്ര രൂപയാണ് കൊടുത്തത്? ഡോക്ടർ കേസ് കൊടുക്കണം ഇനി. ആ കത്രിക ഡോക്ടറിന് വേണ്ട ഇനി. അല്ല, ഞാൻ പറഞ്ഞ ആ സമയത്ത് കത്രിക മൊത്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറയുന്ന വ്യാജേന ഈ അവിടുത്തെ സൂപ്രണ്ടും മെഡിക്കൽ പ്രിൻസിപ്പൾ പറയുന്നത് അറിയോ, അന്ന് ആ സമയത്തുള്ള കത്രികയും കമ്പും കിടുതാപ്പും കോലുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഈ വയറ്റിലെ കത്രിക എന്താ വിഴുങ്ങിയ കത്രികയാണോ? അവർക്ക് ഇപ്പോഴും കത്രിക വയറ്റി കിടക്കുന്നത് ഇപ്പോഴും അവർ വേറെ ഈ 5 വർഷക്കാലം ഒരു ഉഷയ്ക്ക് ഒരു ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതവർക്ക് പരിശോധിക്കാം. ഈ ഒരു ഓപ്പറേഷൻ അല്ലാണ്ട് വേറൊരു ഓപ്പറേഷൻ ഉഷയ്ക്ക് 5 വർഷം ഇങ്ങോട്ട് ഒരു കാര്യം ഉഷയ്ക്ക് ചെയ്തിട്ടില്ല. ഉഷനെ ഓരോ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകും, വേദന വരും, കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ എടുക്കും. കൂടുതലും ഞങ്ങളുടെ ഇവിടെ ഒരു നിർമ്മല ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ ഒരു ആശുപത്രിയുണ്ട്, അവിടെയാണ് കൂടുതൽ കൊണ്ടുപോയി വേദനയുടെ മരുന്നും ഇഞ്ചക്ഷനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പഴുപ്പും ചോരയും വരാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ ഡോക്ടർമാരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. പല ഡോക്ടർമാരുടെ വീട്ടിൽ ഓരോ പോക്കും 2000 1500 രൂപയൊക്കെ മുടക്കിയാണ് ഉഷനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് പോലും അത് മനസ്സിലായില്ല, മൂത്രത്തിൽ കല്ലാണെന്ന് പറഞ്ഞു. ഡോക്ടറൊരു നമുക്ക് ലാസ്റ്റ് ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ എക്സ്റേ എടുത്തത്. അല്ലെങ്കിൽ ഈ ആൾ ഇത് വയറ്റിൽ കിടന്ന് മരിക്കുക, അതാണ് അയാളുടെ അവസാനത്തെ ഇതാണ്, അങ്ങനെ സംഭവിക്കുള്ളായിരുന്നു. ദൈവത്തെ പോലെ ആ സമയത്ത് അങ്ങനെ ആരും അറിയത്തില്ല. കാര്യം എന്താണ്, ആശുപത്രി കത്രിക നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വയറ്റിലൊരു കത്രിക ഉണ്ടോ എന്നുള്ളത് വേണേൽ വിഴുങ്ങിയാന്നോ വേണേൽ അടിച്ചു മാറ്റിയെന്നൊക്കെ പറയുന്നു. ഈ സംവിധാനം അങ്ങനത്തെ സംവിധാനമാണ്, എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു. ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.